വെൽക്കം, റഹ്മാനാണ്. നെർവസ് സിസ്റ്റം വീഡിയോ സീരീസിൽ 24ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. സോ ഈ വീഡിയോ നമ്മൾ ബേസൽ ഗാംഗ്ലിയയെ കുറിച്ചിട്ടാണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. സോ കൃത്യമായിട്ട് പറഞ്ഞാൽ ബേസൽ ന്യൂക്ലിയായി എന്ന് പറയണം, പക്ഷേ ബേസൽ ഗാംഗ്ലിയ ആണ് ഫേമസ് പേര്, അതുകൊണ്ട് നമ്മൾ ബേസൽ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക. ആൻഡ് നമ്മുടെ ബ്രെയിനിന്റെ ചുറ്റും പുറംഭാഗത്ത് നമുക്കറിയാം ഗ്രേ മാറ്റർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ബ്രെയിൻ ആണ്. ആൻഡ് ഇതിന്റെ ചുറ്റും ഇവിടെ നമുക്കറിയാം ഗ്രേ മാറ്റർ ആണ്. ആൻഡ് അകത്താണ് വൈറ്റ് മാറ്റർ. ആൻഡ് ഡീപ് ഇൻസൈഡ് ദിസ് കോർട്ടക്സ്. സോ ഇത് കോർട്ടക്സ് ആണ്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഡീപ് ഇൻസൈഡ് ദ കോർട്ടക്സ് ആൻഡ് ഇൻസൈഡ് ദിസ് വൈറ്റ് മാറ്റർ, ഇവിടെ ഈ വൈറ്റ് മാറ്ററിന്റെ ഉള്ളിൽ കുറെ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ പല ഭാഗത്തായിട്ട് കുറെ ന്യൂക്ലിയസുകളുണ്ട്, ഓർ ഗ്രേ മാറ്റേഴ്സ് ഉണ്ട്, നിരവധി പീസസ് ഓഫ് ഗ്രേ മാറ്റേഴ്സ്. ആൻഡ് സെറിബ്രത്തിന്റെ ഈ ബേസൽ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ സെറിബ്രം മാത്രം ഒരു ഇത്തിരി എന്ന് വരച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഇവിടെ ബേസൽ ഭാഗത്ത് സബ് കോർട്ടിക്കൽ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചില ന്യൂക്ലിയേഴ്സ് ഓർ ഗ്രേ മാറ്റർ. സോ ഇതൊക്കെ എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ വെറുതെ ഞാൻ വരയ്ക്കുകയാണ്. സോ ഗ്രേ മാറ്റേഴ്സ് ചിലതിനെ ചേർത്ത് വെച്ചിട്ട് ഇതിനെയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. സോ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടോ ട്രാക്സ് വീഡിയോയിൽ പറഞ്ഞ എക്സ്ട്രാ പിരമിഡൽ ട്രാക്സ് ഓർ സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണത്. സെർബൽ കോർട്ടക്സിന്റെ ഒപ്പം ഇതുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ആക്സസറി മോട്ടോർ സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. ആൻഡ് ഈ ഭാഗത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോളണ്ടറി ആയിട്ട് നമ്മുടെ മസിൽസിനെയൊക്കെ ചലിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന വോളണ്ടറി മോട്ടോർ മൂവ്മെന്റ്സ്. വോളണ്ടറി എന്ന് വെച്ചാൽ നമ്മൾ സ്വയം, ഇപ്പൊ ഞാൻ എഴുതുന്നതൊക്കെ വോളണ്ടറി ആണ്. വോളണ്ടറി മോട്ടോർ മൂവ്മെന്റ്സിന് സഹായിക്കാൻ, അങ്ങനെയുള്ള മസിലുകളെ ചലിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിർണായകമായ പ്രവർത്തനമുള്ള ഭാഗങ്ങളാണ് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗം. ആൻഡ് ഇതൊരൊറ്റ ന്യൂക്ലിയ അല്ല, നമ്മൾ പറഞ്ഞു വിവിധ ന്യൂക്ലിയ, ഇതൊരു ന്യൂക്ലിയ, ഇതിങ്ങനെ പല ന്യൂക്ലിയ ഗ്രേ മാറ്ററിന്റെ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ ചേർന്ന് സ്വയമേവ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റാർട്ടിങ് ഓർ ഇനീഷ്യേഷൻ ഓഫ് മൂവ്മെന്റ്, തുടക്കം, ഇനീഷ്യേഷൻ. ഞാൻ ഇപ്പൊ കസേരയിലിരിക്കുകയാണ്, ഇവിടെ നിന്ന് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പിംഗ് ഓഫ് മൂവ്മെന്റ് എല്ലാത്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മൂവ്മെന്റ് ബ്രെയിനിൽ നിന്നല്ലേ, നമ്മൾ ഉറങ്ങുമ്പോഴും കൈകാലൊക്കെ അനക്കുന്നുണ്ട്. സോ അപ്പോഴും മൂവ്മെന്റ് വരുന്നുണ്ട്. നമുക്ക് വേണ്ട മൂവ്മെന്റ് എടുക്കുകയും വേണ്ടാത്ത മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന, തടയുകയും കൂടി ചെയ്യുന്ന പ്രവർത്തനം ഇവ. അപ്പൊ നമുക്ക് ഏതെല്ലാം ന്യൂക്ലിയസുകൾ കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫങ്ഷണൽ കമ്പോണൻസ് ആണ് ഞാൻ പറയുന്നത്. ബേസ്ഡ് ഓൺ ഫങ്ഷണൽ കമ്പോണൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിനെ പറ്റിയാണ്. വൺ ഈസ് കോർഡേറ്റ് ന്യൂക്ലിയസ് ആണ്. ഇതൊരു കോർഡേറ്റ് ന്യൂക്ലിയസ് ഇവിടെയുണ്ട്. ദെൻ പിന്നെ അതിന്റെ ലെൻഡിഫോ ന്യൂക്ലിയസ് ആണ്. ഇങ്ങനെ 3 ന്യൂക്ലിയസ് ചേർന്നാണ് ലെൻഡിഫോ ന്യൂക്ലിയസ്. ദെൻ തലാമസിന്റെ അടിയിലുള്ള മിഡ് ബ്രെയിനോട് ചേർന്നിട്ടുള്ള അവിടെ സബ്തലാമിക് ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ മിഡ് ബ്രെയിനിൽ തന്നെയുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര, മിഡ് ബ്രെയിനിന്റെ ഭാഗമായിട്ടുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര. സോ ഇത്രയും ഭാഗങ്ങളാണ്. അപ്പൊ കോർഡേറ്റ് ഉണ്ട്, കോർഡേറ്റ് ലെൻഡിഫോം ആണ് അടുത്തത്. ഇതാണ് ലെൻഡിഫോം ന്യൂക്ലിയസ്. ആൻഡ് ദിസ് ഈസ് സബ്തലാമസ് ആൻഡ് ദിസ് ഈസ് പറഞ്ഞത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. സോ ഇതെല്ലാമാണ് ഫങ്ഷണൽ കമ്പോണൻസ്. ഇനി അനാറ്റമിക്കൽ കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർഡേറ്റ് ഇങ്ങനെ അടിയിലേക്ക് വരുന്നുണ്ട്. കോർഡേറ്റ് ഒരു സി പോലെ ഇരിക്കും. അടിയിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഒരു അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചേർക്കാം. ദെൻ ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്. അതിനെ നമ്മൾ ലെൻഡിഫോം ന്യൂക്ലിയസിന്റെ ലാറ്ററലായിട്ട് ക്ലോസ്ട്രം എന്ന് പറയാം. സോ ഇതൊക്കെ അനാറ്റമിക്കൽ ഭാഗമാണ്, നമ്മൾ ഇതൊന്നും പറയുന്നില്ല. നമ്മൾക്ക് വേണ്ടത് കോർഡേറ്റ് ന്യൂക്ലിയസ്, ലെൻഡിഫോം ന്യൂക്ലിയസ്, സബ്തലാമിക് ന്യൂക്ലിയസ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഓൾസോ ഇവിടെയുള്ള തലാമസിനെ കൂടി നമുക്ക് എടുക്കാം. ദെൻ കോർട്ടക്സ്, ഇതും കൂടി ചേർക്കാം. ഫൈനൽ നമുക്ക് വേണ്ടതാണ്. ആദ്യത്തെ ഭാഗം കോർഡേറ്റ് ന്യൂക്ലിയസ് ആണ്. CAUDATE, കോർഡേറ്റ് ന്യൂക്ലിയസ്. കോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം വാല് എന്നാണ്. ആൻഡ് ഇതിനൊരു C ഷേപ്പ് ആണ്. ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ C ഷേപ്പ് ആണ്. ആൻഡ് ഇത് നമുക്ക് വേറെ രീതിയിൽ വരയ്ക്കാം. ഇത് ഞാൻ ലാറ്ററലായിട്ട് വരയ്ക്കുകയാണ്. ഇത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ കാണാം, ഇങ്ങനെയും കാണാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം കാണാം, ഈ ഭാഗം കാണാൻ പറ്റില്ല. അതൊക്കെ ഓർക്കാം നമ്മുടെ. അപ്പൊ അതിനൊരു ഹെഡ് ഭാഗമുണ്ട്. സോ ദിസ് ഇസ് ദ ഹെഡ് റീജിയൻ ആണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഏരിയ ഇസ് ദ ബോഡി റീജിയൻ ആൻഡ് ദിസ് ഏരിയ ഇസ് ദ ടെയിൽ റീജിയൻ. ഓക്കെ. ആൻഡ് ഈ കോർഡേറ്റ് ന്യൂക്ലിയസ് ചേർന്നിരിക്കുന്നത്, അപ്പൊ ഞാൻ അടുത്ത ഭാഗം വരയ്ക്കാം. കോർഡേറ്റ് ന്യൂക്ലിയസ് ചേർന്നിരിക്കുന്നത് ലാറ്ററൽ വെൻട്രിക്കിൾസുമായിട്ടാണ്. സോ ലാറ്ററൽ വെൻട്രിക്കിൾസ് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ലാറ്ററൽ വെൻട്രിക്കിൾസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ലാറ്ററൽ വെൻട്രിക്കിൾസുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് സംഭവം. ഇന്റിമേറ്റ്ലി ഇൻ കോൺടാക്ട് വിത്ത് ദ ലാറ്ററൽ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. സോ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഒരു ഷേപ്പിന്റെ ഉള്ളിലാണ് ഇതിരിക്കുക. സോ ഹെഡ് ഭാഗം ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ആന്റീരിയർ ഹോൺ, ഇതാണ് ആന്റീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. സോ ഇതാണ് ഇതിന്റെ ഹെഡ് ഭാഗം, അവിടെയാണ്. സോ ഇവിടെ ലാറ്ററൽ വെൻട്രിക്കിൾസ് മുകളിലും ആൻഡ് കോർഡേറ്റ് താഴെയുമായിട്ടാണ് ഇരിക്കുക. സോ ഹെഡ് ഫോംസ് ദ ഫ്ലോർ, അല്ല ഇതിന്റെ ലാറ്ററൽ വെൻട്രിക്കിൾസിന്റെ ഫ്ലോർ ആണ് ഇതിന്റെ ഹെഡ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്. ആൻഡ് ലാറ്ററൽ വെൻട്രിക്കിൾ താഴെയാണ് ആൻഡ് ദിസ് ഇസ് മുകളിലാണ്. സോ ദിസ് ഈസ് നൗ ദ ടെയിൽ ഫോംസ് ദ റൂഫ് ആണെന്ന് പറയാം.
So tail of this caudate nuclei forms the roof, while here the head forms the base ആയിട്ടാണ് നമുക്ക്. ആൻഡ് ഇതിന്റെ ഈ ഹെഡ് ഭാഗത്താണ് അടുത്ത ന്യൂക്ലിയ എന്ന് പറയുന്നത് നമ്മുടെ ലെൻറ്റിഫോം ന്യൂക്ലിയുമായിട്ട് കോണ്ടാക്ട് ഉള്ളത്. അപ്പം ജസ്റ്റ് കോഡേറ്റ് ന്യൂക്ലിയസ് മാത്രം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വരയ്ക്കും. സോ ഹെഡ് മാത്രമായിരിക്കും വരയ്ക്കുക, മറ്റേത് ഇവിടെ എവിടെയോ ആണ് ഇരിക്കുക. ഓക്കെ, ആൻഡ് ലെൻറ്റിഫോം ന്യൂക്ലിയസിന്റെ സൈഡിലായിട്ടാണ്. സോ ബേസൽ ഗാംഗ്ലിയ ബ്രെയിനിന്റെ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയും കൂടി വരച്ചേക്കാം. സോ ഇത് ആണ് നമ്മുടെ കോഡേറ്റ് ന്യൂക്ലിയസ്. ആൻഡ് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗമുള്ളത്. സോ അമിഗ്ഡാല ഇപ്പോൾ ഉള്ളത് ഈ ഭാഗം. ഇനി ബേസൽ ഗാംഗ്ലിയയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലെൻറ്റിഫോം ന്യൂക്ലിയ ആണ്. സോ സെക്കൻഡ് ഭാഗം ഈസ് ലെൻറ്റിഫോം ന്യൂക്ലിയായി ആണ്. ആൻഡ് കോഡേറ്റ് ന്യൂക്ലിയസിന്റെ ഹെഡിന്റെ, അപ്പൊ ഇതാണ് ഹെഡ്, അതിന്റെ അടിയിലും ലാറ്ററൽ സൈഡിലുമായിട്ടാണ് ഈ സാധനം കാണുക, ലെൻറ്റിഫോം ന്യൂക്ലിയ കാണുക. ആൻഡ് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. സോ കണക്ഷൻ നമ്മൾ വച്ചു അടുപ്പിച്ച് ചേർത്ത് വെച്ചിരിക്കാം. ഈ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക ഫണ്ടസ് സ്ട്രയാറ്റൈ എന്നാണ്. തൽക്കാലം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ലെൻറ്റിഫോം ന്യൂക്ലിയയുടെ ഷേപ്പ് നമ്മൾ പറയുക ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പ് ആണെന്ന് പറയാം. സോ അപ്പൊ ഇവിടെയും ഒരു ട്രയാങ്കുലർ ഷേപ്പ് നമുക്ക് വരയ്ക്കാം, വെഡ്ജ് ഷേപ്പ് ആണെന്ന് പറയാം. ആൻഡ് മോസ്റ്റ് ലാറ്ററൽ ഭാഗത്തെ, അപ്പം കളർ ഒന്ന് മാറ്റാണ്. ആൻഡ് ഇതിന്റെ മോസ്റ്റ് ലാറ്ററൽ ഈ സൈഡ്, ഇതാണ് അതിന്റെ മോസ്റ്റ് ലാറ്ററൽ സൈഡിലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുക, ഇതാണ് പുട്ടാമൻ. സോ ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദ പുട്ടാമൻ എന്നാണ് വിളിക്കുക. സോ ഡാർക്കർ ഏരിയ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം സെൻട്രൽ ഭാഗത്തേക്കുള്ള ഈ ഭാഗം കുറച്ച് ലൈറ്റ് ഏരിയ ആണ്. സോ ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ഗ്ലോബസ് പാലിഡസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഗ്ലോബസ് പാലിഡസിന്റെ ഈ സെന്ററിലേക്കുള്ള ഭാഗം, നടുവിൽ ബ്രെയിനിന്റെ സെന്ററിലേക്കുള്ള ഭാഗം, ഇതിനെ നമ്മളപ്പോ ഗ്ലോബസ് പാലിഡസ് ഇന്റേണ എന്ന് വിളിക്കും. ആൻഡ് ഗ്ലോബസ് പാലിഡസിന്റെ ഈ ഭാഗം, ദിസ് ഏരിയ, ഈ ഭാഗം എന്ന് പറയുന്നത് പുട്ടാമനോട് ചേർന്നുള്ള ഭാഗമാണ്. അതാണ് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ. അപ്പോൾ മൂന്ന് ഭാഗങ്ങളായി, ഒന്ന് പുട്ടാമനായി, ഗ്ലോബസ് പാലിഡസ് തന്നെ എക്സ്റ്റേണയും ഇന്റേണയും ആയി. ആൻഡ് പുട്ടാമനും ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ ഇതിനിടയിലൂടെ കുറച്ച് ഫൈബേഴ്സ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്കൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ മെഡുലറി ലാമിനയാണ് ഭാഗം. ഇതിന് രണ്ടിനും ഇടയിലൂടെ പോകുന്നത് ഇന്റേണൽ മെഡുലറി ലാമിനയാണ്. സോ ഇതെല്ലാം നമ്മൾ ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ഒക്കെ ഭാഗമാണ്. തൽക്കാലം ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ നമുക്കപ്പോൾ രണ്ടാമത്തെ ഭാഗമായ ലെൻറ്റിഫോം ന്യൂക്ലിയസ് ആയി. ലെൻറ്റിഫോം ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പുട്ടാമൻ, ഗ്ലോബസ് പാലിഡസ്. ഗ്ലോബസ് പാലിഡസ് തന്നെ ഒരു എക്സ്റ്റേണ ഉണ്ട്, ഒരു ഇന്റേണ ഉണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ടേംസുകളാണ്. ഞാൻ ഈ പറഞ്ഞ കോഡേറ്റ് ന്യൂക്ലിയസും ആൻഡ് ദിസ് ലെൻറ്റിഫോം ന്യൂക്ലിയസും, കോഡേറ്റ് ആൻഡ് ലെൻറ്റിഫോം ടുഗദർ, ഇതിന് രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന വാക്കാണ് കോർപ്പസ് സ്ട്രയേറ്റം എന്നാണ് നമ്മൾ വിളിക്കുക. കോർപ്പസ് സ്ട്രയേറ്റം. സ്ട്രയേറ്റ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടുള്ള സ്കെലിറ്റൽ മസിലിലൊക്കെയാണ്, സ്ട്രയേറ്റഡ് മസിൽ. സോ അവിടെ മസിലിൽ പാടുകൾ ഉള്ളതുകൊണ്ടാണ്. സോ ഈ സംഭവങ്ങൾ പോകുന്നത് കൊണ്ട്, ദിസ് ഇന്റേണൽ ക്യാപ്സ്യൂളിന്റെ ഫൈബേഴ്സ് പോകുന്നതുകൊണ്ട് അവിടെ ഒരു സ്ട്രയേറ്റഡ് ലുക്ക് ഉണ്ട്, ഇങ്ങനെ അതുകൊണ്ടാണ് അത് വിളിക്കുക. സോ കോഡേറ്റ് ആൻഡ് ലെൻറ്റിഫോം ന്യൂക്ലിയ ടുഗദർ കോൾഡ് ആസ് കോർപ്പസ് സ്ട്രയേറ്റം. ഇതും കൂടി ചേർത്തിട്ട് കോർപ്പസ് സ്ട്രയേറ്റം. ഇനി കോഡേറ്റ് ന്യൂക്ലിയസും ഇതും ഈ പുട്ടാമനും മാത്രം, ഇത് രണ്ടും ഇതില്ല, ഗ്ലോബസ് പാലിഡസ് ഒഴിച്ചിട്ട് നമ്മൾ വിളിക്കുക, വേറൊരു പേര് കൂടി വിളിക്കാറുണ്ട്, അവയെ നമ്മൾ വിളിക്കുക നിയോസ്ട്രയേറ്റം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ട്രയേറ്റം. സോ ജസ്റ്റ് വെറുതെ സ്ട്രയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബസ് പാലിഡസ് ഇല്ല ഇവിടെ, ഇതും കോഡേറ്റ് ന്യൂക്ലിയസും ഈ പുട്ടാമനും മാത്രമാണ് നമ്മൾ. ഇനി ഗ്ലോബസ് പാലിഡസിനെ മാത്രമായിട്ട് നമ്മൾ അപ്പോ ഓൾഡ് സ്ട്രയേറ്റം എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പാലിയോ സ്ട്രയേറ്റം എന്നും വിളിക്കാറുണ്ട്. ഇതപ്പോ നിയോസ്ട്രയേറ്റം ആണ്, നിയോസ്ട്രയേറ്റം ഓർ ജസ്റ്റ് സ്ട്രയേറ്റം. അടുത്ത ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സബ് തലാമസ് ആണ്, തലാമസിന്റെ അടിയിലുള്ള ഭാഗമാണ്. ദെൻ മിഡ് ബ്രെയിനിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര, ഇത് സബ് തലാമസ് ആണ്. ദെൻ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാൾസ് കോമ്പാക്ട് ഉണ്ട്, ദെൻ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാൾസ് റെറ്റിക്കുലാരിസ്. സോ ഇങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങൾ കൂടി. സോ നമുക്കിവിടെ കണക്ഷൻസ് ആണ് പറയുന്നത്, തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കും. സോ നമുക്ക് അവിടെ സെറിബ്രൽ കോർട്ടക്സിലെ മോട്ടോർ പാർട്ട് വേണം. ദെൻ തലാമസിന്റെ ചില ന്യൂക്ലിയസ്, ഉദാഹരണത്തിന് വെൻട്രോ ലാറ്ററൽ ന്യൂക്ലിയസ് വേണം, വെൻട്രോ ആന്റീരിയർ ന്യൂക്ലിയസ് VA വേണം. ദെൻ നമുക്ക് ഗ്ലോബസ് പാലിഡ എക്സ്റ്റേണ ഇന്റേണ കണക്ഷൻ, പുട്ടാമൻ, കോഡേറ്റ് ന്യൂക്ലിയസ്, തലാമസ്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര, ഇവ തമ്മിലുള്ള കണക്ഷൻസ് എന്താണ്, എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പൊ ഞാൻ ഇത് ആദ്യമേ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കോർട്ടക്സ്, ബ്രെയിൻ കോർട്ടക്സ് ഓഫ് ദ ബ്രെയിൻ ആണ്. ആൻഡ് ഇത് നമ്മുടെ സ്ട്രയേറ്റം ആണ്. സ്ട്രയേറ്റം മീൻസ് കോഡേറ്റ് ന്യൂക്ലിയസും പുട്ടാമനും കൂടി ചേർന്ന രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണയാണ്, ഇത് ഗ്ലോബസ് പാലിഡസ് ഇന്റേണയാണ്. ആൻഡ് ഇത് നമ്മുടെ തലാമസ് ആണ്. തലാമസിലെ രണ്ട് ന്യൂക്ലിയ ഉണ്ട് നമുക്ക്, വെൻട്രോ ലാറ്ററൽ ന്യൂക്ലിയ, വെൻട്രോ ആന്റീരിയൽ ന്യൂക്ലിയ, ഇത് രണ്ടും നമുക്ക് വേണം. ആൻഡ് ഇത് നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയാണ്. സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലെ ഇത് പാസ് കോമ്പാക്ട് ആണ്, ഇത് പാസ് റെറ്റിക്കുലേറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് തലാമസ് ആണ്. സോ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ കണക്ഷൻസ് പറയാൻ പോവുക. ആദ്യം നമുക്ക് ഇൻപുട്സ് ടു ദിസ് കോർപ്പസ് സ്ട്രയേറ്റം. കോർപ്പസ് സ്ട്രയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? കോർപ്പസ് സ്ട്രയേറ്റം ഈസ് കോഡേറ്റ് ന്യൂക്ലിയസ് പ്ലസ് പുട്ടാമൻ, ഇത് രണ്ടും
രണ്ടും കൂടി ചേർത്ത് ഞാൻ ഒരുമിച്ച് വച്ചിരിക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രധാനമായിട്ട് 3 കണക്ഷനാണ്, പ്ലസ് 2 കണക്ഷൻ കൂടി ചേർത്താൽ ഒരു 5 കണക്ഷനാണ് കോർപ്പസ് സ്ട്രൈറ്റത്തിലേക്ക് വരിക. ആൻഡ് ആദ്യത്തെ കണക്ഷൻ സെർബൽ കോർട്ടക്സിൽ നിന്നാണ്. സെർബൽ കോർട്ടക്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. സെർബൽ കോർട്ടക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് നെർവാണ്. ആൻഡ് ദിസ് ഇവിടേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് ഗ്ലൂട്ടമേറ്റ് ആണ്. സോ ഗ്ലൂട്ടമേറ്റ് നമുക്കറിയാം എക്സൈറ്റേറ്ററി ആണ്. സോ സെർബൽ കോർട്ടക്സിൽ നിന്ന് ഒരു എക്സൈറ്റേറ്ററി കണക്ഷൻ മൂവ്മെന്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് ഈസ് വാട്ട്, അത് ഗ്ലൂട്ടമേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഇതേപോലത്തെ ഒരു കണക്ഷൻ എവിടുന്നുണ്ട്, അത് വരുന്നത് തലാമസിൽ നിന്നാണ്. തലാമസിൽ നിന്ന് ഇൻട്രാ ലാമിനാർ ന്യൂക്ലിയ ആണ്. അതിൽ നിന്നും എക്സൈറ്റേറ്ററി കണക്ഷൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ ഇതും ഗ്ലൂട്ടമേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ കണക്ഷൻ വരുന്നത് മിഡ് ബ്രെയിനിൽ നിന്നാണ്. മിഡ് ബ്രെയിനിൽ നിന്ന് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്ട്, ഇതാണ് പാസ് കോമ്പാക്ട് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ന്യൂറോൺ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഇൻഹിബിറ്ററി ആൻഡ് മോഡുലേറ്ററി കണക്ഷൻ ആണ്. ആൻഡ് ഇവിടെ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ആണ് ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഡോപ്പമിനാർജിക് ന്യൂറോൺ കണക്ഷൻ ആണ്. സോ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്ന് സ്ട്രയറ്റത്തിലേക്ക് വരുന്നത്. സോ ഈ ഫൈബേഴ്സിനാണ് നമ്മൾ നൈഗ്രോ എന്ന് പറയുമ്പോൾ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയാം. നൈഗ്രോ സ്ട്രയാറ്റം നമുക്ക് എന്താന്ന് പറയാം, നൈഗ്രോ സ്ട്രയാറ്റൽ പാത്വേ. ഇതാണ് ഡോപ്പമിനർജിക് പാത്വേ എന്ന് പറയുക. ഇനി 2 കണക്ഷൻസ് കൂടി വരുന്നുണ്ട്. ആൻഡ് ദീസ് ആർ മോഡുലേറ്ററി കണക്ഷൻസ് ആണ്. റെറ്റിക്കുലാർ ഫോർമേഷൻ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് വരുന്നതാണ്. ബ്രെയിൻ സ്റ്റെമ്മിൽ നമുക്കറിയാം 2 ഏരിയ ഉണ്ട്. ഒന്ന് റാഫെ ന്യൂക്ലിയ ഉണ്ട്. റാഫെ ന്യൂക്ലിയയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആണ്. സോ അത് ഇവിടെ വരുന്ന റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു ഓർഗൻ ലോക്കസ് സെറുലിയസ് ആണ്. ലോക്കസ് സെറുലിയസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത് നോറഡ്രിനാൽ. സോ നോറഡ്രിനാലിന് റിലീസ് ചെയ്യുന്നതും അവിടെ വരും. സോ ഇതാണ് കോർപ്പസ് സ്ട്രയാറ്റത്തിലേക്ക് വരുന്ന ഇൻപുട്സ്. ഇനി നമുക്ക് ബേസൽ ഗാംഗ്ലിയയിലെ ഫങ്ഷണൽ ഏരിയാസ് തമ്മിലുള്ള ഇന്റേണൽ കണക്ഷൻസ് ആണ്. സോ ഇതും തമ്മിലുള്ള ഇങ്ങനെയുള്ള കണക്ഷൻസ് ആണ്. സോ പ്രധാനം നമ്മൾ ആദ്യം പറയുന്നത് പുട്ടാമൻ ടു, ഇത് പുട്ടാമൻ ആണ്. ടു ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ, ഇതാണ് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ. ഇത് ഗ്ലോബസ് പാലിഡസ് ഇന്റേണ. ഈ കണക്ഷൻ പുട്ടാമന്റെ ഔട്ടർ പാർട്ട്, പുട്ടാമൻ നമുക്ക് ഇങ്ങനെ രണ്ടായി കഴിഞ്ഞാൽ ഇത് അതിന്റെ ഔട്ടർ പാർട്ടാണ്, ഇത് ഇന്നർ പാർട്ടാണെന്ന് പറയാം. സോ ഔട്ടർ പാർട്ടിൽ നിന്ന് ഒരു ന്യൂറോൺ ആരംഭിച്ച് അത് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണയിലേക്കാണ് വരിക. ഇനി പുട്ടാമന്റെ ഇവിടെ ഇന്റേണൽ പാർട്ടിൽ നിന്ന് ആരംഭിച്ച് ഒരു കണക്ഷൻ എക്സ്റ്റേണയിലേക്കും വരും, ഒരു കണക്ഷൻ അവിടെ ഇന്റേണൽ നിന്ന് ഗ്ലോബസ് പാലിഡസ് ഇന്റേണയിലേക്കും വരും. ഈ 2 കണക്ഷൻ പുട്ടാമനിൽ നിന്ന് ഗ്ലോബസ് പാലിഡസിലേക്കുള്ള എല്ലാ കണക്ഷനും ഞാൻ ചുമന്ന കളറിലാണ് വരച്ചത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഹിബിറ്ററി ആൻഡ് ദിസ് റിലീസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബ ഓർ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആണ്, ഇൻഹിബിറ്ററി ആണ്. സോ ഓർക്കേണ്ടത് ബിറ്റ്വീൻ പുട്ടാമൻ ആൻഡ് ഓൾസോ ഗ്ലോബസ് പാലിഡസ് ഓൾ ദീസ് കണക്ഷൻസ് ആർ ഇൻഹിബിറ്ററി ഇൻ നേച്ചർ. ഇനി നമുക്ക് കാണേണ്ടത് ഗ്ലോബസ് പാലിഡസിൽ തലാമസും സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റ, ഇതാണ് പാസ് റെറ്റിക്കുലേറ്റ, ഇവ തമ്മിലുള്ള കണക്ഷൻ കൂടി ഒന്ന്. സോ ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ, ഇതാണ് ഗ്ലോബസ് പാലിഡസ് എക്സ്റ്റേണ. ഇവിടെ നിന്ന് സബ് തലാമസ്, ഇതാണ് സബ് തലാമസ്. ഈ സബ് തലാമസിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഞാൻ റെഡിലാണ് വരച്ചത്. സോ ദിസ് ഈസ് ഇൻഹിബിറ്ററി ആണ്. സോ അവിടെ റിലീസ് ചെയ്യുന്നത് ഗാബയാണ്. പക്ഷേ സബ് തലാമസിൽ നിന്ന് ഗ്ലോബസ് പാലിഡ ഇന്റേണയിലേക്ക് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഈ കണക്ഷൻ റിലീസ് ചെയ്യുന്നത് ഗ്ലൂട്ടമേറ്റ് ആണ്. സോ ദാറ്റ് ഈസ് എക്സൈറ്റേറ്ററി ഇൻ നേച്ചർ. ഇനി ഗ്ലോബസ് പാലിഡസ് ഇന്റേണയിൽ നിന്ന് ഇവിടെ നിന്ന് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റ, ഇതാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റേക്കുള്ള കണക്ഷൻ ഞാൻ റെഡിൽ വരച്ചു. അതിന്റെ അർത്ഥം റിലീസസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബയാണ്. സോ ദിസ് ഈസ് ഇൻഹിബിറ്ററി ആണ്. സോ ഇതാണ് ഇന്റേണൽ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് വേരിയസ് ന്യൂക്ലിയസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണക്ഷൻ ആണ്. സോ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഈസ് ഫ്രം ഗ്ലോബസ് പാലിഡസ്, പ്രത്യേകിച്ച് ഗ്ലോബസ് പാലിഡസ് ഇന്റേണയിൽ നിന്നാണ്. ആൻഡ് ഓൾസോ ഫ്രം സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റയിൽ നിന്നും ഒരെണ്ണം പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഗ്ലോബസ് പാലിഡസ് ഇന്റേണയിൽ നിന്ന് തലാമസിലേക്കാണ്. തലാമസ് ഇതാണ്. തലാമസ് നമ്മൾ പഠിച്ചത് തലാമസ് ഇസ് ദ റിലേ സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്നാണ്. സോ തലാമസിനകത്തുള്ള വെൻട്രോലാറ്ററൽ ആൻഡ് ഓൾസോ വെൻട്രോ ആന്റീരിയൽ ഇങ്ങനെയുള്ള 2 ന്യൂക്ലിയസിലേക്ക് ഒന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഒന്ന് ഇങ്ങനെ ചുറ്റി വരിഞ്ഞും പോകുന്നുണ്ട്. എങ്ങനെ പോയാലും രണ്ടും പോകുന്നത്. ആൻഡ് ദിസ് ഗ്ലോബസ് പാലിഡസ് ഇന്റേണ ടു തലാമസ് ഈസ്, ഞാൻ റെഡിലാണ് വരച്ചത്, രണ്ടും ഇൻഹിബിറ്ററി ആണ്. ദാറ്റ് മീൻസ് ദ റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബയാണ് റിലീസ് ചെയ്യുന്നത്. രണ്ടാമത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലാറ്റേഴ്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തലാമസിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഇതും ഞാൻ റെഡിൽ തന്നെയാണ് വരച്ചത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇൻഹിബിറ്ററി ആണ്. സോ ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തലാമസിലേക്കാണ് പോകുന്നത്. സോ രണ്ടും ഇൻഹിബിറ്ററി. ഇനിയും അഡീഷണൽ ആയിട്ട് ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ തൽക്കാലം വിടുകയാണ്. ഹെബനുലാർ അങ്ങനെയൊക്കെയുള്ള ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട് കേട്ടോ, തൽക്കാലം നമുക്കൊന്ന് വിടാം. ടു മേക്ക് ആസ് സിമ്പിൾ ആസ് മച്ച് ആസ് പോസിബിൾ. ഇതിന് ഇപ്പോഴേ കോംപ്ലക്സ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് തലാമസ് വരെ എത്തിയാൽ മതിയോ? തലാമസ് ഈസ് ഓൺലി എ റിലേ സെന്റർ. നമുക്ക് ഇവിടെ നിന്നാണ് ചോദ്യം
ചോദ്യം വന്നത് ഒരു മസിൽ മൂവ്മെന്റ് ചെയ്യണോ, എങ്ങനെ ചെയ്യണം? അതിനപ്പോൾ ഉത്തരം കൊടുക്കേണ്ടത് അവിടെയാണ്. തലാമസിൽ നിന്ന് ബ്രെയിൻ കോർട്ടക്സിലേക്ക് നമുക്ക് മറുപടി കൊടുക്കണം. ആൻഡ് ഇത് പോകുന്നത് ഞാൻ പച്ച കളറിലാണ് വരച്ചത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എക്സൈറ്റേറ്ററി ആണ്, ദാറ്റ് ഈസ് ഗ്ലൂട്ടമേറ്റ് ആണ് റിലീസ് ചെയ്യുന്നത്. തലാമസിൽ നിന്ന് വീണ്ടും കോർട്ടക്സിലേക്ക് മറുപടിയുമായി എത്തി. സോ ദിസ് ഇൻപുട്സ് ഇന്റേണൽ കണക്ഷൻസ് ഔട്ട്പുട്ട് ഓഫ് ബേസൽ ഗാംഗ്ലിയ. സോ ഇത്രയും നമ്മൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട പാത്വേസ് റിലേറ്റഡ് ടു ബേസൽ ഗാംഗ്ലിയയെ കുറിച്ച് പറയാനാണ്. സോ നമ്മൾ പറഞ്ഞു ബേസൽ ഗാംഗ്ലിയ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ മോട്ടോർ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇനീഷ്യേഷൻ ഓഫ് മൂവ്മെന്റ്, വോളണ്ടറി മൂവ്മെന്റ് തുടങ്ങണം അല്ലെ, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് റെഡിയാക്കണം. സോ ആദ്യം നമുക്ക് പറയാനുള്ളത് അപ്പൊ ഡയറക്റ്റ് പാത്വേയെ കുറിച്ചിട്ടാണ്. ഒന്ന് ഡയറക്റ്റ് പാത്വേ, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് പാത്വേ. ഡയറക്റ്റ് പാത്വേ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന തരം മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. നമ്മൾ ബ്രെയിനിൽ ഇവിടെ നിന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഇന്ന കൈയൊന്ന് അനക്കണം, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് പാത്വേ ചെയ്യുന്നത് ഈ ഫെസിലിറ്റേഷൻ ശരിയാക്കുക, പ്ലസ് വേണ്ടാത്ത ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ പല മസിലുകളും ഇങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് ആഗ്രഹമുള്ള വേണ്ടത് മാത്രം ഫെസിലിറ്റേറ്റ് ചെയ്യുക, മറ്റതിനെയൊക്കെ തടയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പാത്വയെ കുറിച്ച് ആദ്യം പറയാം. സോ ഡയറക്റ്റ് പാത്വേ നമുക്ക് ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ട മൂവ്മെന്റ് നടത്തിത്തരണം. കോർട്ടക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ഒരു മെസ്സേജ്. ഓക്കെ, ഗ്ലൂട്ടമേറ്റ് റിലീസ് ചെയ്തിട്ട് എക്സൈറ്റേറ്ററി ആണ് വന്നിരിക്കുന്നത്. സോ പുട്ടാമനിലേക്ക് വന്നിരിക്കുന്നത് സ്റ്റിമുലേറ്ററി മെസ്സേജസ് ആണ്, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുട്ടാമനിൽ നിന്ന് നമുക്കറിയാം ഗ്ലോബസ് പാലിഡസ് ഇന്റേണലിലേക്ക് പോകുന്നത് ഇൻഹിബിറ്ററി മെസ്സേജ്, ആൻഡ് ഗ്ലോബസ് പാലിഡസിൽ നിന്ന് തലാമസിലേക്ക് പോകുന്നതും ഇൻഹിബിറ്ററി മെസ്സേജസ് ആണ്. ഓക്കെ, ഇതും ഇൻഹിബിറ്ററി ആണ് ജന്മന. ദെൻ ഓൾസോ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്റയിൽ നിന്ന് പോകുന്നതും ഇൻഹിബിറ്ററി ആണ്, ഇതും ഇൻഹിബിറ്ററി ആണ്. ഗാബയാണ് റിലീസ് ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തലാമസിൽ നിന്ന് ഇത് ഇൻഹിബിഷൻ ആണ്, ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ഇതും ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്റ്റിമുലേറ്റർ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കൂടുതൽ റിലീസ് ചെയ്യുമ്പോൾ ദിസ് ഗാബ കോസസ് ഇൻഹിബിഷൻ, ഇതിനെ തളർത്തിക്കളയും. ഇതിനെ തളർത്തിക്കളയാന്ന് വെച്ചാൽ ഇൻഹിബിഷൻ കുറയുക എന്നാണ്. സോ അൾട്ടിമേറ്റ്ലി സംഭവിക്കുക ഇതിന് പോകുന്നത് സ്റ്റിമുലേറ്ററി മെസ്സേജ് ആയിരിക്കും പോകുക എന്നുള്ളത്. സോ ഇൻഹിബിഷൻ ഓഫ് ദ ഇൻഹിബിറ്ററി, ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. കൂടുതലായിട്ട് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഇത് വിൽ ഗെറ്റ് ഇൻഹിബിറ്റഡ്. ഇത് ഇൻഹിബിറ്റഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഇൻഹിബിറ്ററി മെസ്സേജസ് പോവില്ല, ആ മെസ്സേജ് പോവില്ല. അപ്പൊ ഇത് സ്റ്റിമുലേറ്റഡ് ആകും. സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ തലാമസ് പറയും ഓക്കെ നടത്തുന്നു മെസ്സേജ്, ഇതാണ് പോവുക. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ്, നമുക്ക് ആവശ്യമുള്ള മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പൊ ഇനി ഇൻഡയറക്റ്റ് പാത്വേ പറ്റി പറയാം. ഇൻഡയറക്റ്റ് പാത്വേ ആണ് നമുക്ക് പറയേണ്ടത്. ഇൻഡയറക്റ്റ് പാത്വേയിൽ നമുക്കറിയാം ഇവിടെ പുട്ടാമനിൽ നിന്ന് ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് റെഡിലാണ് ഞാൻ വരച്ചത്, ഇൻഹിബിറ്ററി ആണ്. ആൻഡ് ഇത് ഇവിടെ നിന്ന് സബ് തലാമസിലേക്ക് ഒരു ഇൻഹിബിറ്ററി പോകുന്നുണ്ട്. സോ സബ് തലാമസ് ഇതാണ്, ഇൻഹിബിറ്ററി പോകുന്നുണ്ട്. ആൻഡ് സബ് തലാമസിൽ നിന്ന് പക്ഷേ രണ്ട് സ്റ്റിമുലേറ്ററി പാത്വേ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഗ്ലോബസ് പാലിഡസ് ഇങ്ങോട്ടേക്ക് ഇന്റേണലിലേക്ക് ഒരു സ്റ്റിമുലേറ്ററി ആണ് പോകുന്നത്. ദെൻ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് റെറ്റിക്കുലേറ്ററിലേക്കും ഒരു എന്ത് പോകുന്നുണ്ട്, ഒരു സ്റ്റിമുലേറ്ററി പോകുന്നു. സോ അൾട്ടിമേറ്റ്ലി മോർ ഇൻഹിബിറ്ററി സിഗ്നൽസ് ആണ്. സോ ഇവിടെ നിന്ന് തലാമസിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇൻഹിബിറ്ററി സിഗ്നൽസ് ആണ്, ഇവിടെ നിന്നും ഇൻഹിബിറ്ററി. സോ അൾട്ടിമേറ്റ്ലി ഇതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് വിടുക, ഇവൻ ആകെ ഇൻഹിബിറ്ററി ആണ്. സോ ഇവനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗാബ ആയിരിക്കും വിടുക, ഇതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കൂടുതൽ ഗാബ ആയിരിക്കും വിടുക. സോ തലാമസ് ഈസ് ഗോട്ട് ഇൻഹിബിറ്റഡ്, തലാമസിനെ ഇൻഹിബിറ്റഡ് ആണ്. സോ ഡിസൈർഡ് വോളണ്ടറി മൂവ്മെന്റ് മാത്രമായിരിക്കും ഇവിടെ നിന്ന് പോവുക, അൺഡിസൈർഡ് ഒന്നും ഇങ്ങോട്ടേക്ക് പോവില്ല. അൺഡിസൈർഡ് എല്ലാം തടയപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവം. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈൻ മൂവ്മെന്റ്സ് വേണ്ടത് മാത്രം തിരഞ്ഞു പിടിച്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ മൂവ്മെന്റ് പ്ലാനുകളെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇൻഡയറക്റ്റ് പാത്വേ. സോ നമുക്ക് വേണ്ട ഇനീഷ്യേഷൻ ഓഫ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുന്നു, അത് സ്റ്റോപ്പിംഗ് ഓഫ് മൂവ്മെന്റ്സ് എല്ലാം സാധ്യമാകും. ഈ പാത്വേയുടെ പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് പാർക്കിൻസൺസ് ഡിസീസിലാണ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന വിറയൽ രോഗം അല്ലെ, വിറയൽ രോഗത്തിലാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ട് ഇപ്പൊ ഒരു ഗ്ലാസ് എടുക്കണം, പറ്റുന്നില്ല, കൈ വരച്ചോണ്ടിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ മസിൽ അത് കേൾക്കുന്നില്ല. സോ ഇവിടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്റ്റ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഡോപ്പമിനർജിക് നൈഗ്രോസ് ട്രയാറ്റൽ പാത്വേയിലുള്ള ഇവിടെ റിലീസ് ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്. ഈ ഡോപ്പമിൻ ഇവിടെ കംപ്ലൈന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഡോപ്പമിൻ പോകുമോ? ഡോപ്പമിൻ പോവില്ല. സോ ഇവിടെ വരുന്ന മെസ്സേജുകളെ അതിന് കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഫൈൻ കൺട്രോൾ ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്, അത് നടക്കുന്നത്. സോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പാത്വേ മോഡുലേറ്റ് ചെയ്യുന്നതാണ് ഡോപ്പമിൻ. സോ SNPC
സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്ട് നശിച്ചു കഴിഞ്ഞാൽ ഈ മോഡുലേറ്ററി കൺട്രോൾ നഷ്ടപ്പെടും. സോ ഇതുകൊണ്ടാണ് ഡാമേജ് ഓഫ് SNPC. പാർക്കിൻസോൺസത്തിൽ ഇവിടെയാണ് തകരാറ്. സോ പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാൻ കാരണം ഇതാണ്. അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. ഫങ്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ടു കൺട്രോൾ ചെയ്യുന്ന എന്തിനാണ്? മസിൽ ടോൺ, നമ്മുടെ ശരീരത്തിലുള്ള ബേസിക് മസിൽ ടോൺ. സോ ഡിക്രീസസ് ദ മസിൽ ടോൺ ബൈ ഇൻഹിബിറ്റിംഗ് ദിസ് ഈ മാറ്റേഴ്സിനെല്ലാം ബേസൽ ഗാംഗ്ലിയൽ മാറ്റേഴ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിന്റെ മസിൽ ടോൺ കുറയും. 2 കൺട്രോളിംഗ് മോട്ടോർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നു. റെഗുലേഷൻ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. റെഗുലേഷൻ ഓഫ് കോൺഷ്യസ് ആൻഡ് കോഗ്നിറ്റീവ്, ബുദ്ധിപരമായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഓൾസോ റെഗുലേറ്റ് ദ സബ് കോൺഷ്യസ്, അബോധാവസ്ഥയിൽ ഉറക്കത്തിൽ കിടക്കുമ്പോഴും ഉള്ള മൂവ്മെന്റ് ഉണ്ട്. സോ സബ് കോൺഷ്യസ് മൂവ്മെന്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. ദെൻ മൂന്നാമത്തത് ടു റെഗുലേറ്റ് ദ റിഫ്ലക്സ് മസിൽ ആക്ടിവിറ്റി. റിഫ്ലക്സ് ആയിട്ടുള്ള മസ്കുലർ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഉദാഹരണം ഇപ്പോൾ നമ്മൾ നടക്കുന്നു, അപ്പോൾ ആ സമയത്ത് നമ്മൾ പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുകയും കേൾക്കുന്നതൊക്കെ അനുസരിച്ച് നമ്മുടെ മസിൽ മൂവ്മെന്റ് വ്യത്യാസപ്പെടുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇമ്പൾസുകൾ വരുന്നുണ്ട് അല്ലെ. പെട്ടെന്നൊരു കുഴിയാണെന്ന് നമ്മൾ നിൽക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ ടോ നിൽക്കുന്നു, നമ്മൾ ഓടുന്നു. സോ ഇതെല്ലാം ദിസ് മസിൽ റിജിഡിറ്റിയിൽ വ്യത്യാസം ഉണ്ടാക്കും. സോ അത് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ ആണ്. നാലാമത്തെ ടു കൺട്രോൾ ദ ഓട്ടോമാറ്റിക് അസോസിയേറ്റഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോമാറ്റിക് അസോസിയേറ്റഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നടക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ നടക്കാമെന്ന് വെച്ചു, കാലാഴ്ചയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ കൈ അങ്ങോട്ടും നമ്മൾ അനക്കുന്നുണ്ട്, സ്വിങ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം അസിസ്റ്റിംഗ് മൂവ്മെന്റ്സ് ആണ്. സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, അപ്പോൾ നമ്മുടെ മുഖത്തെ മസിലൊക്കെ ഇങ്ങനെ ഇളകണം അല്ലെ, ചലിക്കണം. ഇതെല്ലാം ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഓട്ടോമാറ്റിക് മൂവ്മെന്റ്സ് ആണ്. ആൻഡ് ഓൾസോ ഏഴാമത്തത് റെറ്റിക്കുലാർ ഫോർമേഷനുമായിട്ടുള്ള കണക്ഷൻ മൂലം ഇമ്പോർട്ടന്റ് ഇൻ അറൗസൽ മെക്കാനിസം. രാവിലെ നമ്മുടെ ലൈറ്റിൽ കണ്ണിൽ വെളിച്ചമടിക്കുന്നു, അപ്പോഴത്തേക്കും അവിടെ നിന്ന് മെസ്സേജുകൾ ഇവിടെ വരുന്നു, അപ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റഡ് ആവുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. സോ ഇനി ഈ ഭാഗത്തെ തകരാറുകൾ മൂലം ഉണ്ടാകാവുന്ന രോഗത്തെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു നിർത്താം. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് പാർക്കിൻസൺസ് രോഗമാണ്. 2 സ്ട്രൈറ്റത്തിൽ ഇവിടെ ഡോപ്പമിൻ റിലീസ് തകരാറിലാവുമ്പോഴാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. 2 കോപ്പർ വർദ്ധിക്കുന്നത് മൂലം ഈ ലെൻഡിഫോം ന്യൂക്ലിയസിൽ കോപ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തകരാറിലാവും. അപ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്ന രോഗം. ഇനി ലീഷൻസ് ഓഫ് ദിസ് കോഡേറ്റിന് ലീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് കോറിയ. പലതരത്തിലുണ്ട്. ദെൻ അത്തിറ്റോസിസ്, കോറിയോ അത്തിറ്റോസിസ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാം. ദെൻ ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്ന് പറയുന്ന രോഗം വരാം. ഹെമിബാലിസ്മസ് പോലെയുള്ള, ഇതെല്ലാം മസിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ് പ്രശ്നങ്ങൾ, ഈ പാത്വേയിൽ എവിടെയെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരും. സോ ദിസ് ഓൾ അബൌട്ട് ബേസൽ ഗാംഗ്ലിയ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.